മക്കള്. സാരമില്ല, കൃത്യം 1 മാസം കൂടിയേ ഉള്ളൂ ഞാൻ ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങും. അകത്ത് കിടന്ന് ചിരിച്ചാലേ ഏവന്മാരെടുത്തിട്ട് ഇടിക്കും. പുറത്തിറങ്ങി ചിരിപ്പിക്കാന്ന് വെച്ചാ കുറെ എണ്ണം ഉണ്ട്. നെഗറ്റീവ് കമന്റുമായിട്ട് വരും. എന്റെ ദൈവമേ, ഒരു കണക്കിന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സാരമില്ല. വെൽക്കം. താങ്ക് യു. നീ എന്താണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ പുഞ്ചപ്പാടത്ത് കൊയ്ത്ത് കിടക്കാൻ, അങ്ങനെ കൊയ്ത്തിന് വന്നതാ. ഇറങ്ങി പോവാൻ പറ്റാത്തടുത്ത് വളിച്ച തമാശ. നല്ലത് നല്ലത്. എന്താ നിങ്ങൾ എനിക്കിട്ട് സ്റ്റാമ്പ് അടിക്കു വന്നു. എന്താണ് നിന്റെ പേര്? എന്തുവാ നിന്റെ പേരെന്ന്? സൈക്കോ ചന്ദ്രിക. ചന്ദ്രിക. എവിടെ നിന്റെ വീട്? കല്ലറ. എവിടെ? വെഞ്ഞാറമൂട് കാര്യത്ത് കഴിഞ്ഞ് കല്ലറ. ഓ, കല്ലറ. നിങ്ങളുടെ സ്ഥലം എവിടെയാ? തിരുവല്ല. അതെന്താ വാ അങ്ങനെ വെച്ചേ? കല്ലറക്ക് അങ്ങനെ വെക്കാമെങ്കിൽ തിരുവല്ലക്ക് ഇങ്ങനെ വെക്കാം. എന്തോ നന്മ ചെയ്തിട്ടാ എഴുന്നള്ളിയത്? ഞാനൊരു ചെറിയൊരു ഫാഷൻ ഡിസൈനറാണ്. അതെ അതെ. എന്നിട്ട് ഫാഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ എന്റെ ഡിസൈനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാ? ഈ നരമ്പന്മാരായ ചെറുപ്പക്കാരന്മാരുണ്ട്, ഭയങ്കര നരമ്പാണ്. അപ്പൊ എന്റെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്റെ മൊബൈലിൽ ഞാനിങ്ങനെ ഓൺലൈനിൽ വരുമ്പോൾ ഇവന്മാരെന്നെ വിളിച്ചൊക്കെ ശല്യം ചെയ്യും. അതൊക്കെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു വരുത്തും. ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം മുട്ടുസൂചി എടുത്തിട്ട് കാൽഭാഗത്ത് കുത്തി കയറ്റുക, മലർത്തി കിടത്തിയിട്ട് ബ്ലേഡ് വെച്ച് ഉരച്ചിട്ട് മുളക് പൊടി വിതറുക. എന്ത് രസമാണെന്നറിയാമോ? സൈക്കോ ചിത്രിക. പക്ഷെ എന്റെ കാര്യം വല്ലാത്ത കഷ്ടവാ. എന്ത് പറ്റി? എന്നെ ഒരാൾ കുടുക്കിയതാ. ആരിട്ട് കുലുക്കി? കുലുക്കിന്നല്ല പറഞ്ഞത്, എന്നെ ഒരാൾ കള്ളക്കേസ് കുടുക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായിരുന്നു കേസ്? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പെണ്ണ് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചേ. അത് ബുദ്ധിമുട്ടോ? കുറെ നേരം ഒരു പെണ്ണുങ്ങൾക്ക് നാക്കടക്കി വെച്ചിരിക്കാൻ പറ്റില്ല. എനിക്കതുണ്ട്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയുമോ? എനിക്ക് എന്തെങ്കിലും വല്ലക്കം പറയണോ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും. തിരിച്ച് ചീത്ത വരുന്ന സമയത്ത് കണ്ണാടി ഞാൻ തിരിച്ചങ്ങ് വെക്കും. അത് കൊള്ളാം. പക്ഷെ എനിക്ക് ഈ ബുദ്ധി അന്ന് പോയില്ല. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് രാത്രിയിൽ ഇന്ന സമയത്ത് ഒരുത്തൻ വെള്ളം ചോദിച്ചോണ്ട് എന്റെ വീട്ടിലോട്ട് വന്നു. ഇതിലും ഭീകരമായിരുന്നു. ഞാൻ വെള്ളം കൊടുത്ത് അവൻ വെള്ളം കുടിച്ചതുമല്ല, കൈ കയറി പിടിച്ചിട്ട് താങ്ക് യു എന്ന് ഒന്നും നോക്കിയില്ല. അവിടെ കിടന്ന ഒരു കമ്പിപ്പാര എടുത്ത് അവന്റെ നെഞ്ചിലോട്ട് ഒരൊറ്റ കുത്ത്. ഒരു താങ്ക്സ് പറഞ്ഞ എന്തിനാ കമ്പിപ്പാര വെച്ച് കുത്തിയേ? മാന്യമായിട്ടൊരു താങ്ക്സ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഈ താങ്ക്സിന്റെ കൂടെ ഇങ്ങനെ ഒരു പിടിയെ റൂമിലോട്ട് വരാനും ഞാൻ കുത്തണ്ടായോ? കുത്തിയിട്ട് ആ കമ്പിപ്പാര വലിച്ചൂരി ആ ഊട്ടേക്കൂടെ നോക്കിയതും ഇതെല്ലാം നോക്കിക്കൊണ്ട് അപ്പുറത്ത് അപ്പൂപ്പൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അങ്ങേരാണ് ദൃക്സാക്ഷി. അങ്ങനെ ഒറ്റരാളാ ഞാൻ ഇവിടെ വരാൻ കാരണം. എന്നിട്ട് ചത്തോ? ഇല്ല, എന്റെ കുത്തു കാരണം അവന് ജോലി കിട്ടി. എവിടാ? ഈ ഡിജിറ്റൽ സർവേ ഇടയ്ക്ക് അവനെ നാട്ടിയിട്ടായി ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ അളവെടുക്കുന്നത്. എന്നാലും അപ്പൂപ്പൻ ഭയങ്കര ഒരു അപ്പൂപ്പനായി പോയി. അയാൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എനിക്കും ഉണ്ടായിരുന്നു ഒരു അപ്പൂപ്പൻ. ആണോ? ചമ്പൽക്കാട് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പൂപ്പൻ ചമ്പൽക്കാട് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അയ്യോ അതല്ലെന്ന്, ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരനായിരുന്നു എന്റെ അപ്പൂപ്പൻ. അവിടെ നെഞ്ചു നിറച്ചു കുണ്ടകളായിരുന്നു. തോക്കിന്റെ ഈ തോക്കും പിടിച്ച് ചമ്പൽക്കാട്ടിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മൂമ്മ ഭയങ്കര ഒരു പണക്കാരിയായ തമ്പുരാട്ടിയായിരുന്നു. അങ്ങനെ കുതിരപ്പുറത്തിരിക്കുകയായിരുന്നു എന്റെ അമ്മൂമ്മ. കുതിരയുടെ കൂടെയാണോ നിങ്ങളുടെ അമ്മൂമ്മ കുതിരപ്പുറത്തിരിക്കാൻ? അതല്ലെന്ന്, തമ്പുരാട്ടിയല്ലേ. അമ്മൂമ്മയുടെ കല്യാണമായിരുന്നു. കുതിരപ്പുറത്ത് ഇങ്ങനെ സ്വർണ്ണാഭരണമായിട്ട് ഇങ്ങനെ വന്നതും അപ്പൂപ്പൻ തോക്കെടുത്ത് ചൂണ്ടിട്ട് പറഞ്ഞു ഇറങ്ങി താഴെന്ന് പറഞ്ഞു. അമ്മൂമ്മ ഇറങ്ങി. അമ്മൂമ്മയുടെ മാലയും സ്വർണ്ണങ്ങളും എല്ലാം കല്യാണ ഡ്രസ്സ് വരെ വാങ്ങി. അപ്പൂപ്പൻ അങ്ങോട്ട് പോവാൻ നേരം അമ്മൂമ്മ കയറി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ കല്യാണ തുണി കൊണ്ട് പോയില്ലേ, ഇനി എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോവാൻ പറഞ്ഞു. അതോടുകൂടി അപ്പൂപ്പന്റെ കഷ്ടകാലം തുടങ്ങി. ചമ്പക്കാട്ടിലെ കൊള്ളക്കാരൻ നമ്മളെ വീട്ടിലെ എല്ലാ പണികളും ചെയ്തു. എന്നിട്ടിപ്പോ എന്തോന്ന്, ചമ്പൽക്കാടിലെ ഗുണ്ട ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ ചെന്ന് നോക്കും, നമ്മൾ വിളിക്കും ചമ്പൽക്കാടേ. അപ്പൊ അപ്പൂപ്പന്റെ ഒരു ചമ്പല് കാണുന്നു. അല്ല, ഇപ്പോഴും ആ പഴയ തോക്കൊക്കെ ഉണ്ടോ? തോക്കിന്റെ പിടിവെട്ടി കീറി കാപ്പിക്കിട്ട് കത്തിച്ച് പിന്നെ കുടലെടുത്ത് നമ്മൾ അടുപ്പിൽ ഊതണ്. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള്. പക്ഷേ
നിങ്ങളുടെ വീട്ടിലെ ഫാദേഴ്സ് ഒക്കെ? എന്റെ പപ്പയാണെങ്കിൽ ട്രെയിനിലെ ജോലിക്കാരനായിരുന്നേ. ട്രെയിൻ ഓടിക്കു വന്നു? അല്ല, ട്രെയിനുള്ള ആൾക്കാരെ ഓടിക്കുമായിരുന്നു. ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നു എന്റെ അച്ഛൻ. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ബഹുമാനം. അച്ഛനാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടേ. അങ്ങനെ ഒരു ദിവസം ട്രെയിനില് അച്ഛൻ എറണാകുളത്ത് നിന്ന് ഇങ്ങനെ പോക്കറ്റ് അടിച്ച് ഒരു ലോഡ് പേഴ്സുമായിട്ട് ബോംബെ ചെന്ന് ഇറങ്ങിയത് പോലീസ് നോക്കി. അയ്യോ, അപ്പം പറഞ്ഞൂടെ പേഴ്സ് വിൽക്കാൻ വന്ന ആളാണെന്ന്. അയ്യോ, അച്ഛൻ പറഞ്ഞ്. അപ്പൊ അതിലൊരു പോലീസുകാരൻ പേഴ്സ് വാങ്ങിച്ച് തുറന്നു നോക്കിയപ്പോഴേ ഐഡന്റിറ്റി കാർഡും കാശും ഉൾപ്പെടെ ആണോടാ നീ വിൽക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഇടിയോടിടി. കുഴപ്പമൊന്നുമില്ല, ബോംബെയിലെ ജയിലിൽ നല്ല സുഖമായിട്ട് താമസിക്കുന്നു. സഹോദരങ്ങള് മനുഷ്യനെ പറയിപ്പിക്കാൻ ഒരെണ്ണം കൊണ്ട് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല ചെറുക്കനെ കേട്ടോ. കോഴി മോഷണം, റബ്ബർ ഷീറ്റ് മോഷണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള് നാട്ടുകാർക്ക് പിടിയും കൊടുക്കും, അടിയും മേടിക്കും. അയ്യോ, വിലയില്ലാത്ത കാര്യങ്ങൾ. കല്യാണം നോക്കുന്നുണ്ട്. ഒന്നും കേട്ടറിഞ്ഞ് വന്നില്ല. അറിവ് വല്ല പെണ്ണുങ്ങളും ഉണ്ടോ? ഒരു പെങ്കൊച്ചുണ്ട്, പക്ഷെ നേതാവിന്റെ മോളാ. സമ്മതിക്കൊന്നും തോന്നുന്നില്ല. അതെന്താ? അവരൊക്കെ വലിയ വലിയ കള്ളന്മാരല്ലേ താല്പര്യം. എനിക്കങ്ങ് ബോറടിക്കുക കേട്ടോ. ബോറടിക്കുമ്പോ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് വീട്ടിലാണെങ്കിൽ ഒത്തിരി ഹോബി ഉണ്ടായിരുന്നു. എന്തുവാ ഹോബി? ഞങ്ങള് ഈ കോഴിയെ വളർത്തുന്നുണ്ട്. അപ്പൊ ഈ കോഴി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞെക്കി മുക്കി മുട്ട ഇടുമല്ലോ. ആ സമയത്ത് ഞാൻ ആ കോഴിമുട്ട മാറ്റിയിട്ട് ഒരു പല്ലിയുടെ മുട്ട കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് കോഴിയുടെ ഒരു നിസ്സഹായ നോട്ടം കൊണ്ട് ഇത്രയും നേരം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ചെറിയ മുട്ടക്കാന്ന് നിൽക്കൊന്ന് കാണണം. പിന്നെ ഈ പട്ടിയുടെ പൂച്ചയുടെ വാല് നമ്മ ഇങ്ങനെ കൂട്ടിക്കെട്ടി വിടുക. എന്നിട്ട് പട്ടി അങ്ങോട്ട് ഓടിക്കും, പൂച്ച ഇങ്ങോട്ട് ഓടിക്കും. നല്ല ദിവസം വട്ടം കിടക്കുന്നതാണ്. എനിക്കതൊന്നുമില്ല. എനിക്ക് പറഞ്ഞാൽ ഈ പയ്യന്മാരെ പ്രേമിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകും, കൊണ്ട് ആറ്റി തള്ളിയിടുക. എന്നിട്ട് വല്ല മൂന്നാർ പോകണമെന്ന് പറയും, അവിടെ കൊണ്ട് മുക്കിക്കളയാ. എനിക്ക് അങ്ങനെ അത് ഭയങ്കര വിനോദമാണ്. പിന്നെ വേറൊരു വിനോദമുണ്ട്. രാത്രി ആകുമ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് 12 മണിയാകുമ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമോ? ഈ സംസാരിക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓൺലൈനിൽ ഓരോരുത്തർ വരും, മാമനൊക്കെ വരും കേട്ടോ. ചിലപ്പോൾ എന്നെക്കാൾ പുറകെ ഓടും. എന്നിട്ട് വരുമ്പോൾ ഓരോരുത്തന്മാർ വന്ന് ആദ്യം ഒരു ലവ് ഇടും. അപ്പൊ ഞാൻ 2 ലവ് അങ്ങോട്ട് കൊടുക്കും. പ്ലിങ്കോ പ്ലിങ്കോ. അപ്പൊ അവർ 3ാമത് ലവ്. പ്ലിങ്കോ പ്ലിങ്കോ. അങ്ങനെ നേരം വിളിക്കുന്നവരെ ലവ് 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 ലവ്. നിന്റെയൊക്കെ അട്ടഹാസം, നീയൊക്കെ കാരാഗ്രഹത്തിൽ നടക്കണേ. നല്ല കലോത്സവത്തിനൊന്നല്ല, മര്യാദയ്ക്ക് ഇന്നലെ ഉണ്ടല്ലോ. നിന്റെയൊക്കെ കാല പിടിച്ച് ഞാൻ ഭിത്തിലടിക്കും. നിവിൻ പോളിയുടെ ഒച്ചയാണെങ്കിൽ ഇവിടുത്തെ വാർഡനാ. വളയ്ക്കാനൊന്നും നോക്കല്ലേ. നീ 6 മാസത്തേക്ക് നീ പെളിയിലിറങ്ങത്തില്ല. അടിപൊളി സ്ഥലം. 6 മാസം ചിക്കനും ചപ്പാത്തിയും നിന്ന് ഞാൻ ഇവിടെ കിടന്ന് കൊഴുക്കും. ഞാൻ പെണ്ണായാലൊരു പെണ്ണ് വേണം, ആണായാലൊരു പെണ്ണ് വേണം. ഒരു പെണ്ണിനോട്ട് കിട്ടിയാർത്തേക്ക് സുഖമായിരുന്നു. ഒരു ആൺ ശബ്ദമില്ലേ? അതെന്തോന്നറിയാവോ? നമ്മുടെ ഈ പെണ്ണുങ്ങളുടെ സെല്ലിന്റെ തൊട്ടിറമ്പില്ല ആണുങ്ങളുടെ സെല്ലിന്റെ ലാസ്റ്റ്. ആരെ കൊണ്ട് ഇട്ടേക്കുവാ? ഞാൻ വളക്കി. അഹങ്കാരം. ആരാന്ന് ചോദിച്ചാലോ? ഓഹോ ആരാ? ഞാനാ. അവൻ തിങ്സ് ഇടാൻ വേണ്ടി തന്നെ ഇരിക്കും. ഡയറക്റ്റ് ചോദിക്കടി ആരാന്ന്. എന്താ പേര്? സുനില്. യെസ്, അജയ് ഘോഷ്. എന്താ പേര്? ചാന്ദിനി മേനോൻ. ഒറ്റയ്ക്കാന്നോ? ഒറ്റയ്ക്കാ. അവിടെ ഒറ്റയ്ക്കാന്നോ? ഒറ്റയ്ക്ക. എനിക്കിഷ്ടായി കേട്ടോ. എനിക്ക് ഇഷ്ടമായി. എങ്കിലേ ഐ ലവ് യു.
എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണമേ. എങ്ങനെ കാണും? ഞാനൊരു മഴയായി പെയ്തിറങ്ങും അവിടെ. അവനെന്തോ കർക്കിട. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. നീ ആരാ? ഇപ്പൊ ഒരു വോയിസ് ഓവർ തന്നില്ലയോ, അതിന് ഓണറാ. ഇതെങ്ങനെ ഇവിടെ വന്നു? പത്തായത്തിൽ നെല്ല് കടന്നാൽ പാലക്കാട് നിന്ന് എലി വരുമല്ലോ. മനസ്സിലായില്ല. ഏത് കാരാഗ്രഹത്തിൽ കിടന്നെന്ന് പറഞ്ഞാൽ പ്രണയം അത് കുത്തി തുറന്ന് ഇറങ്ങി വരും. അതാ ഇത് കൂടെ ഒന്നും ചോദിക്കില്ലേ, ഞാൻ ഇവിടെ വരണം, എന്നാലേ ഇത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാ. അജയ് ഘോഷേ, അജയ് ഘോഷേ, അജയ് ഘോഷേ, അജയ് ഘോഷിനെയാ പേര്? അജയ് ഘോഷ്. എന്താ പേര്? നല്ല സുന്ദരൻ, അവക്ക് കൊടുക്കണ്ടായിരുന്നു. ചാന്ദിനി മേനോൻ. ചാന്ദിനി മേനോൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. മൊത്തം തിന്നോ? എന്തോ തുണി തന്നെ. തുണി തിന്നതല്ല, എനിക്ക് ഇഷ്ടമായി. എന്നെ ഇഷ്ടമായ ഇത്ര പെട്ടെന്ന് രൂപ മാറിയോ? ഇത്ര നേരം ഇവിടെ ബാത്റൂമിലായിരുന്നു. അന്ന് ബാത്റൂമിൽ ഇരിക്കാൻ ക്ലോസറ്റ് അതേ വന്നിരിക്കുന്നത്. ചിരിച്ചതാ. തിരിച്ചാണോ? എടി ഇതാ അപ്പുറത്തുനിന്ന് കാര്യം പറഞ്ഞ അജയ് ഘോഷ്. അല്ല, ഞാൻ ചാന്ദിനി അല്ല, അവളാ യഥാർത്ഥത്തിൽ. അതാ ചാന്ദിനി. പെട്ടെന്ന് വന്നായിരുന്നു. അപ്പൊ നീ എന്നെ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടത്. എനിക്കാണ് ഇഷ്ടപ്പെട്ടത്. എന്നെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടത്. അതെ, കർക്കിടകം മാസത്തിൽ പെയ്തിറങ്ങിയ ഈ മഴയാ എനിക്ക് ഇഷ്ടം. എനിക്ക് ഇഷ്ടമാ. രണ്ടുപേരെ നീ ഇഷ്ടപ്പെടണ്ട, എന്നെ ഇഷ്ടപ്പെട്ടാ മതി. എന്നെ ഇഷ്ടപ്പെട്ടാ മതി. അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങള്. ഞാനും അവിടെ കിടക്കാൻ. എനിക്ക് വയ്യ. എന്ത് പറയാൻ? പോളി എടുത്തല്ലോ അലക്കാതിരിക്കാൻ വേണ്ടി കാലത്ത് പോയി കൂട്ടി കയറി പറ്റി ആൾക്കാരിക്കുന്നത്. നിന്റെയൊന്നും ഇല്ലയോ? നിനക്ക് കഴിക്കാൻ വേണോ? ബോധമുണ്ടോ ഇങ്ങനെയെങ്കിലും ഉപയോഗം? ഞാനങ്ങോട്ട് വരുവാ. ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ, അവർ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞു കൊടുത്താലേ അങ്ങേര് കൊണ്ടുപോയി നിന്നെ അറഞ്ചം പുറത്ത് പിടിക്കും. അപ്പൊ എനിക്ക് അവിടെ അലക്കാനുള്ള അവകാശം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ തലച്ചോളാം. കാണിച്ചിട്ട് പണം വരുമോ ഇവിടെ? ചെലപ്പോ വരും. ഞാനും പുതിയതായിട്ട് വന്നില്ല, എനിക്ക് പേടിയാവുന്നു. ഞാൻ വിളിക്കും. വരുമോ? വരും, വരും, ഉറപ്പാ. നീ അങ്ങോട്ട് പോവാ. നീ വന്ന വഴി തിരിച്ചു പോകാൻ നോക്കണം. എന്തോ കയറി ഈ സമയത്തിന് നിനക്ക് തിരിച്ചു പോയിക്കൂടായിരുന്നോ? അവളെന്തിയേ? അവള് വരുന്നുണ്ട്. സാഡിസ്റ്റ് ചന്ദ്രിക. ചേട്ടത്തി ഇനി മതി അപ്പുറത്തെ റൂമിൽ കിടന്നാ മതി. സോറി, ക്ഷണിക്കാൻ പറ്റത്തില്ല, എന്നോട് ക്ഷമിക്കണം. ബാത്റൂമിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പുതുമണവാള മണവാട്ടി ഒരുമിച്ച് ഇവിടെ താമസിക്കാൻ പോവാണോ? സമ്മതിക്കുകയും ചെയ്യും. എടി ഇവനെ ഇത് അറിഞ്ഞ് ഇവിടെ പിടിച്ചു കഴിഞ്ഞോണ്ടല്ലേ ജീവിതകാലം മുഴുവൻ ഇവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടിടും. എന്നെ പോലുള്ളവന്മാരെ ഇതുപോലെ പലതരം കാര്യങ്ങൾ ചെയ്യും. ഇവിടെ വരും, കൂടി വന്നാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം. പുറത്തിറങ്ങും, ചെയ്യും, തിരിച്ചു വരും, പുറത്തിറങ്ങും, ചെയ്യും, തിരിച്ചു വരും, ചെയ്യും, പുറത്തിറങ്ങും, ചെയ്യും. ഇതൊക്കെ അല്ലേ ഇവിടുത്തെ ഒരു നടപ്പ്? എടി ഇതൊക്കെ ഇവിടുത്തെ നടപ്പെന്ന്. അപ്പൊ കിടത്തണ്ടായോ? കിടത്തണം.